Dear students, in continuation to classical definition of probability, today we are going to discuss about the remaining three approaches on probability. They are relative frequency approach, personalistic approach, and axiomatic approach. Let us see the first one, relative frequency approach. Relative frequency approach of probability is also termed as empirical approach or a priori probability or statistical definition of probability. Under relative frequency definition, probability is an event. Probability of an event may be defined as the relative frequency of that event. In other words, probability is actually the frequency ratio. എന്ന് പറഞ്ഞാൽ നേരത്തെ ക്ലാസിക്കൽ ഡെഫിനിഷനിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പോസിബിൾ ഔട്ട്കം, ടോട്ടൽ പോസിബിൾ ഔട്ട്കവും ഫേവറബിൾ ഔട്ട്കവും ഒക്കെ ഏതൊക്കെയാണ് എന്ന് റാൻഡം എക്സ്പെരിമെൻ്റ് നടത്താതെ തന്നെ നമുക്ക് അറിയാമായിരുന്നു. ബട്ട് ഹിയർ വി ഹാവ് ടു ആക്ച്വലി കണ്ടക്ട് ദി റാൻഡം എക്സ്പെരിമെൻറ്റ് ഫോർ എ സർട്ടൻ നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ദി സെയിം കണ്ടീഷൻസ്. ഓക്കെ, അങ്ങനെ ആ എക്സ്പെരിമെൻ്റ് കൂടുതൽ ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് എത്ര തവണ സംഭവിക്കുന്നുണ്ട്, ആ റേഷ്യോ, ആ ഫ്രീക്വൻസി എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് പ്രോബബിലിറ്റി നിർണ്ണയിക്കുന്നത്. ആൻഡ് ദെർഫോർ ദാറ്റ് ഈസ് വൈ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് എംപിരിക്കൽ അപ്രോച്ച്. നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോബബിലിറ്റി വാല്യൂ മെഷർ ചെയ്യുന്നത്. ഓക്കെ, if a random experiment is repeated infinitely for n number of times under the same conditions and the event A happens f number of times, then f by n is the probability of happening the event A. ഓക്കെ, ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നമ്മൾ n നമ്പർ ഓഫ് ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഇവൻ്റ് f ടൈംസ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എഫ് ബൈ എൻ ആണ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഫ്രീക്വൻസിയാണ്, ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. ആക്ച്വലി കണ്ടക്ട് ചെയ്തിട്ടാണ് ഈ എണ്ണം നമ്മൾ തീരുമാനിക്കുന്നത്. ആക്ച്വലി നടത്തിയ എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്നത് എത്ര ടൈംസ് ആണ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഉള്ളതുപോലെ തന്നെ ഔട്ട്കംസ് യഥാർത്ഥത്തിൽ എത്രയാണ്, ഏതൊക്കെയാണ് എന്ന് നേരത്തെ തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. ആക്ച്വലി അത് കണ്ടക്ട് ചെയ്ത ശേഷമാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്കതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുൻപായിട്ട് ഓർക്കുക, ആ ഡെഫിനിഷൻ തിയററ്റിക്കലി ഞാൻ പറഞ്ഞു എന്താണെന്ന്. പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ബൈ എൻ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ദി റാൻഡം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ്സ്, അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതിൽ എഫ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ഒക്കർ ചെയ്തിട്ടുള്ളത് എഫ് നമ്പർ ഓഫ് ടൈംസ് ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ആ ഇവൻ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കുന്നത് എഫ് ബൈ എൻ എന്നാണ്. ഇങ്ങനെയാണിത് തിയററ്റിക്കലി പറയുക. ഇതാണ് പി ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എഫ് ബൈ എൻ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ പറയുക ഇങ്ങനെ, പി ഓഫ് എ ഈക്വൽ ടു എഫ് ബൈ എൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിന് സ്വീകരിക്കാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഒരു 10 തവണ റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് ഒരു പ്രത്യേക ഇവൻ്റ് ഒറ്റ തവണയും സംഭവിക്കണമെന്നില്ല. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചിലപ്പോൾ 10 ടൈംസ് റിപ്പീറ്റ് ചെയ്തപ്പോൾ 10 ടൈംസും ആ പർട്ടിക്കുലർ ഇവൻ്റ് തന്നെ സംഭവിച്ചേക്കാം. അപ്പോൾ എഫ് എന്നിന് തുല്യമാകും. വെൻ എഫ് ഈക്വൽ ടു 0, എഫ് ബൈ എൻ മീൻസ് 0 ബൈ എൻ ഈക്വൽ ടു 0. അത് ഇമ്പോസിബിൾ ഇവൻറ്റിനെ സൂചിപ്പിക്കുന്നു, സംഭവിക്കില്ല. വെൻ എഫ് ഈക്വൽ ടു എൻ, എഫ് ബൈ എൻ മീൻസ് എൻ ബൈ എൻ ഈക്വൽ ടു 1. അത് ഷുവർ ഇവൻറ്റിനെ സൂചിപ്പിക്കുന്നു. ബട്ട് ആക്ച്വലി ദി പ്രോബബിലിറ്റി ഈസ് ദി മെഷർ ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് ദെർഫോർ ദി വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. However, generally it is denoted as 0 less than or equal to probability of A less than or equal to 1. Okay, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദി ഫോളോയിങ് ടേബിൾ ഗിവ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേജസ് ഓഫ് 1200 വർക്കേഴ്സ്. വേജസ്
100, 120, 120 to 140, 140 to 160, 160 to 180, 180 to 200, 200 to 220, 220 to 240. And number of workers 10, 100, 500, 320, 175, 53 and 42. Okay, what is the question? Find the probability that a worker randomly selected has wage under rupees 140. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 1200 വർക്കേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വേജ് 140ൽ താഴെയാകാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ 140ൽ താഴെയാകാനുള്ള പ്രോബബിലിറ്റി നമ്മളിവിടെ ഈ ഡാറ്റ നോക്കിയിട്ട് 140 എന്ന് പറയുമ്പോൾ ഇതാണ് 140 വരെ 100 ആണ്. അപ്പോൾ അതിൽ താഴെ 140ൽ താഴെ എന്ന് പറയുമ്പോൾ ഈ 100ഉം വരും 10ഉം വരും 110 ഔട്ട് ഓഫ് 1200. അപ്പോൾ പ്രോബബിലിറ്റി 110 ഡിവൈഡഡ് ബൈ 1200 0.09167 എന്ന് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ വേജസ് അബവ് റുപ്പീസ് 200. 200ന് മുകളിലുള്ളത് എത്ര ആൾക്കാരുണ്ട് നോക്കൂ. ഇത് 200 വരെ. അതിന് മുകളിലുള്ള 53 പ്ലസ് 42 95 ഡിവൈഡഡ് ബൈ 1200. 95 ഡിവൈഡഡ് ബൈ 1200 ഈക്വൽ ടു 0.0792. ഓക്കെ. ആൻഡ് ദി തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വേജസ് ബിറ്റ്വീൻ റുപ്പീസ് 140 ആൻഡ് 200. 140ക്കും 200നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇതാണ് 140. ഓക്കെ. 200 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 200 തുടങ്ങുന്നത്, അതായത് അവസാനിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ 175ഉം 320ഉം 500 820 995 വരും. 995 ഡിവൈഡഡ് ബൈ 1200 വരും. 995 ബൈ 1200 ഈക്വൽ ടു 0.8292. ഓക്കെ. Next question, length of life of business in years 0 to 5 years, 5 to 10 years, 10 to 15 years, 15 to 25 years and above 25 years. ഇത് ബിസിനസ് സ്ഥാപനങ്ങളുടെ ലൈഫാണ്. പെർസെൻറ്റേജ് ഓഫ് മെർച്ചൻസ് ഓരോ കാറ്റഗറിയിലും വരുന്ന എത്ര ശതമാനം മെർച്ചൻസാണ്? 65% ഫസ്റ്റ് കാറ്റഗറിയിൽ, അത് 5 വർഷത്തിനുള്ളിൽ വരെ ലൈഫുള്ള ബിസിനസ്സുകാർ 65% ഉണ്ട്. 5 to 10 16%, 9%, 5. Okay. Find the probability that an entrant to the business will fail within 5 years. ഒരു പുതിയ ആൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ ഫെയിൽ ആകാനുള്ള പ്രോബബിലിറ്റി എന്താ? 5 വർഷത്തിനുള്ളിൽ ഫെയിൽ ആയിട്ടുള്ള ആൾ 65ആണുള്ളത്. ഓക്കെ. അപ്പോൾ 65 ഡിവൈഡഡ് ബൈ 100 0.65 ആണ്. രണ്ടാമത്തെ, ഹി വിൽ സർവൈവ് അറ്റ്ലീസ്റ്റ് ഫോർ 25 ഇയേഴ്സ്. 25 വർഷക്കാലമെങ്കിലും അയാൾ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ അല്ലെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത, അങ്ങനെയുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ 25 വർഷം അതിൽ കൂടുതലുള്ളവർ നോക്കണം. എബോവ് 25. ഓക്കെ. 5/100 0.05 വരും. ഓക്കെ. നമുക്ക് അടുത്ത പ്രോബബിലിറ്റി അപ്രോച്ചിലേക്ക് പോകാം. സബ്ജക്റ്റീവ് അപ്രോച്ച് ഓർ പേഴ്സണലിസ്റ്റിക് അപ്രോച്ച്. What is personalistic approach? According to subjective approach, probability is a measure of personal confidence or belief placed in the occurrence of an event by a particular individual based upon the evidence available to him. അപ്പോൾ ഇവിടെ സബ്ജക്റ്റീവ് അപ്രോച്ചാണ് അല്ലെങ്കിൽ പേഴ്സണലിസ്റ്റിക് അപ്രോച്ചാണ്. ഹിയർ ദി മെഷർ ഓർ ദി വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് പേഴ്സണൽ കോൺഫിഡൻസ് ഓർ പേഴ്സണൽ ബിലീഫ് ഓഫ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ and that is based upon the evidence available to that particular individual. ഓക്കെ. അതിനെയാണ് സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദി പ്രോബബിലിറ്റി ഫിഗർ അസൈൻഡ് ഫോർ എൻ ഇവൻറ്റ് ബൈ എ പേഴ്സൺ മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യക്തികൾ തീരുമാനിക്കുന്ന ആ സബ്ജക്റ്റിവിറ്റി ഉണ്ട്. അല്ലെങ്കിൽ വ്യക്തികൾ പല ആൾക്കാർ പല പ്രോബബിലിറ്റി വാല്യൂ ആയിരിക്കും ഒരു പർട്ടിക്കുലർ ഇവൻറ്റിന് നൽകുന്നത്. ദാറ്റ് ഈസ് വൈ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് പേഴ്സണലിസ്റ്റിക് അപ്രോച്ച് ഓർ സബ്ജക്റ്റീവ് അപ്രോച്ച്. നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇവിടെ നോക്കൂ, എക്സാമ്പിൾ ഒന്ന് നോക്കൂ. For example, suppose a teacher wants to find the probability that a particular student obtain first rank in BCom degree examination of Calicut University. ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റിയെ പറ്റി പറയുകയാണ്. ഒരു പർട്ടിക്കുലർ ടീച്ചർ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, അവന് അല്ലെങ്കിൽ അവൾക്ക് 90% പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ റാങ്ക് കിട്ടാൻ 0.9 സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ആ ടീച്ചർ 0.9 എന്ന് ആ പ്രോബബിലിറ്റി മെഷർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? അയാൾക്ക് ലഭ്യമായിട്ടുള്ള എവിഡൻസസ് ആയിട്ടുള്ള ക്ലാസ് റൂം പെർഫോമൻസ് എങ്ങനെയാണ്, ഇൻറ്റേർണൽ എക്സാമിനേഷന് കിട്ടിയ മാർക്ക് എന്താണ്, അറ്റൻഡൻസ് എന്താണ്,
വാട്ട് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് അതർ ടീച്ചേഴ്സ്, മറ്റ് ടീച്ചേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ ടീച്ചറുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ടീച്ചറുടെ ഒരു ബിലീഫ് എത്രത്തോളമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ടീച്ചർ പറയുന്നത് 0.9 ആണ്, റാങ്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.9 ആണ്. എന്നാൽ മറ്റൊരു ടീച്ചർ ഒരുപക്ഷെ പറയുന്നുണ്ടാകുക ആ കുട്ടിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി അയാളുടെ കോൺഫിഡൻസ്, അയാളുടെ ബിലീഫ് വെച്ചാണ് പറയുക. അയാൾ ഒരുപക്ഷെ പറയും 0.5 ഉള്ളൂ എന്ന് പറയും. മനസ്സിലായല്ലോ? ആ രീതിയിൽ പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കുന്ന ആ ഒരു അപ്രോച്ചിനെയാണ്, ആ ഒരു ഡെഫിനേഷനെയാണ് സബ്ജക്റ്റീവ് ഡെഫിനേഷൻ അല്ലെങ്കിൽ പേഴ്സണലിസ്റ്റിക് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് പ്രോബ്ലംസ് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ ആ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കുക മാത്രം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അപ്രോച്ച്, ലാസ്റ്റ് വൺ, ആക്സിയോമാറ്റിക് അപ്രോച്ച് ഓർ മോഡേൺ അപ്രോച്ച്. What is axiomatic approach? This axiomatic approach was firstly suggested by A.N. Kolmogorov, a Russian mathematician. Okay, actually this approach does not give a precise definition of probability. നേരത്തെ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി മെഷർ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നൊരു കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഒന്നും തന്നെ ആക്സിയോമാറ്റിക് അപ്രോച്ച് മുന്നോട്ട് വെക്കുന്നില്ല. പകരം ദിസ് ഡെഫിനിഷൻ ഗിവ്സ് 3 axioms or postulates upon which probability calculations are to be based. പ്രോബബിലിറ്റി കാണുന്ന സമയത്ത് ആ പ്രോബബിലിറ്റി കാൽക്കുലേഷൻസ് അടിസ്ഥാനമാക്കേണ്ട ചില പോസ്റ്റുലേറ്റ്സ്, ചില പ്രസ്താവനകൾ, ചില ആക്സിയംസ് മുന്നോട്ട് വെക്കുക മാത്രമാണ് ഈ ഒരു ആക്സിയോമാറ്റിക് അപ്രോച്ച് ചെയ്യുന്നത്. എന്താണ് ഈ ആക്സിയം അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ്? ദീസ് ആക്സിയംസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലീവ്ഡ് ടു ബി ട്രൂ, സത്യമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ദി വാലിഡിറ്റി, ഒരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടാതെ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ ആക്സിയംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 3 ആക്സിയംസ്, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് മുന്നോട്ട് വെക്കുകയാണ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഏതൊക്കെ? ലെറ്റ് us see these various axioms. First one is axiom of positiveness. എന്താണ് axiom of positiveness? The probability of any event is real, positive and lies between 0 and 1. എല്ലായ്പ്പോഴും ഫസ്റ്റ് ആക്സിയം ഓഫ് പോസിറ്റീവ്നെസ് പറയുന്നത് അതാണ്. എന്താ? ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റിയൽ ആണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. ആൻഡ് ദിസ് പോസിറ്റീവ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. മീൻസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നർത്ഥം. ഓക്കെ, വാട്ട് ഇസ് ദ സെക്കൻഡ് ആക്സിയം? ആക്സിയം ഓഫ് സെർട്ടൈനിറ്റി. ദിസ് ആക്സിയം ഓഫ് സെർട്ടൈനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് എൻറ്റയർ സാമ്പിൾ സ്പേസ് ഈസ് 1. എൻറ്റയർ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി 1 ആണ്. നമുക്കറിയാം സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി ഗ്രൂപ്പ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻറ്റ്സ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. പി ഓഫ് എസ് ഈസ് ഈക്വൽ ടു probability of sample space is equal to 1. And the third and last one is axiom of unity. What is axiom of unity? If 2 events are mutually exclusive, then the probability that at least one of the events will occur is equal to the sum of their respective probability. ഇപ്പോൾ 2 ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ടോസിങ് ഓഫ് എ കോയിൻ. The outcomes are getting head and getting tail. These 2 outcomes in a single trial are actually mutually exclusive events. Head കിട്ടുകയാണെങ്കിൽ ടെയിൽ ഒഴിവാക്കപ്പെടും, ടെയിൽ കിട്ടുകയാണെങ്കിൽ ഹെഡ് ഒഴിവാക്കപ്പെടും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി, അവ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്താൽ മതി. ഓക്കെ, കോയിൻ്റെ കേസ് തന്നെയാണെങ്കിൽ ഹെഡോ ടെയിലോ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? അത് ഷുവറാണ്, ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഹെഡ് സംഭവിക്കാനുള്ള സാധ്യതയായ 1/2 പ്ലസ് ടെയിൽ കിട്ടാനുള്ള സാധ്യതയായ 1/2, 1/2 പ്ലസ് 1/2 1 ഷുവർ ഇവൻ്റ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ അവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അത് ഒന്നിച്ചുള്ളതാണ്. ആ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ if 2 events are A and B and if these 2 events A and B are mutually exclusive, then the probability that at least one will occur is equal to probability of A plus probability of B, or probability of A or B is equal to probability of A plus probability of B, or probability of A union B. or എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ എയോ ബിയോ
എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് 4 സ്കൂൾസ് ഓഫ് തോട്ട് ഓൺ പ്രോബബിലിറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. 4 വ്യത്യസ്ത അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി, 4 ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തിയറംസ് ഓഫ് പ്രോബബിലിറ്റിയാണ് പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.